ആഴ്ച അവസാനിക്കുമ്പോൾ കേരള യാത്രകളും അവസാനിക്കുകയാണ്. നാളെ പിണറായി വിജയന്റെ നവകേരള മാർച്ച് കൂടി അവസാനിച്ചാൽ എല്ലാമായി. പിന്നെ പാവം കാനം രാജേന്ദ്രൻ ആരുമറിയാതെ ഉടൻ തലസ്ഥാനത്തെത്തി യാത്ര അവസാനിപ്പിച്ചോളും. എന്തായാലും കാസർഗോട്ട് നിന്ന് ആരംഭിച്ച് ശംഖുമുഖത്ത് അവസാനിക്കുമ്പോൾ അതിശയിപ്പിച്ച് കളഞ്ഞ കേരള യാത്ര PK കുഞ്ഞാലിക്കുട്ടിയുടേതാണ്. സമാപന വേദിയിൽ ആന്റണി മുതൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും സുധീറിനും ഒക്കെ നിറഞ്ഞാടുന്നത് കാണുമ്പോൾ ഇത് ഏത് പാർട്ടി എന്ന് ചോദിച്ചു പോകും. എന്തായാലും അബ്ദുസമദ് സമദാനി നടത്തിയ ഒടുക്കത്തെ ആ പ്രസംഗം കേട്ടപ്പോഴാണ് ലീഗുകാരുടെ ജാഥയാണ് എന്ന് മനസ്സിലാവുക. പ്രമുഖ കവി കൂടിയായ സമദാനി പിണറായി വിജയന്റെ ബക്കറ്റിലെ വെള്ളം എന്ന വിഖ്യാത പ്രസംഗത്തിന്റെ പിതൃത്വം കൂടി ഏറ്റെടുത്തു കളഞ്ഞു. പേന കൊണ്ട് തല്ലി, സിനിമ ഡയറക്ടർമാർ എന്നെ നാക്കുകൊണ്ട് തല്ലി, അങ്ങനെ തല്ലുകൊണ്ടുകൊണ്ട് ഞാൻ തളരാതെ വളരും. ആർക്കും എന്നെ തടുക്കാനാവില്ല. എന്റെ പുതിയ ഗാനം കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട്ട് കടപ്പുറത്തൊരു മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ ഒരു കവിതയിൽ കടലും തിരമാലയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ഹിന്ദുസ്ഥാനി കവിത ഉദ്ധരിച്ചിരുന്നു മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ. പിന്നീടത് കേരളക്കരയിൽ വളരെയേറെ വ്യാപകമാവുകയും മീഡിയ സുഹൃത്തുക്കൾ ബക്കറ്റും തിരമാലയും വെള്ളവും എന്ന പേരിൽ വർഷങ്ങളോളം അതിനെക്കുറിച്ച് വിവിധങ്ങളായ രീതിയിൽ വിവിധ രാഷ്ട്രീയ സന്ധികളിൽ പരാമർശം നടത്തുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾ ഇത്രയും കഴിവുള്ള ആളാണെന്ന് വിചാരിച്ചില്ല. താങ്ക് യു. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടോ? നോ, റിയലിസ്റ്റിക് പോയട്രി. ആർക്കും പിടികിട്ടും. അല്ലാതെ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നൊന്നും ഞാൻ എഴുതിയില്ല. കാരണം ഓർമ്മകൾ ആടുകളെയോ പശുക്കളെയോ പോലെ മേയാറില്ല. ഇനി അഥവാ മേഞ്ഞാൽ തന്നെ ആരും മിറ്റത്ത് കയറാൻ സമ്മതിക്കില്ല, അടിച്ചോടിക്കും. വസന്തത്തെ മാറോട് ചേർക്കണമെങ്കിൽ മരത്തോട് ചേർന്ന് നിൽക്കണം. പീവസ്തരഹ് ഷജർ സേ ഉമീദ് ബഹാർ രഖ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാകുന്ന ഇന്ത്യൻ രാജ്യത്തിൻ്റെ മതേതരത്വം കാക്കുന്ന ഈ നാട്ടിലെ സകല മതേതര പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രഗാത്രത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വരുന്ന ആ വസന്തത്തെ വരവേൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. വന്ന് കേറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റ്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. രാഷ്ട്രത്തിൻ്റെ പൊതുധാരയോട് ചേർന്ന് നിൽക്കാത്ത, അതിൻ്റെ പൊതുവായ തണൽ മരത്തോട് ചേർന്ന് നിൽക്കാത്ത വല്ല കൊമ്പുകളുമുണ്ടെങ്കിൽ അതിൽ വസന്തമോ പൂക്കളോ തളിരുകളോ വരാതെ അത് ഉണക്കക്കമ്പുകളായി അവശേഷിച്ചു പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഉണക്കക്കമ്പുകൾ നിറഞ്ഞ ഒരു നാട്ടിൽ വസന്തവും പൂക്കളും തളിരുകളും പൂക്കളുടെ വസന്തവും വസന്തോത്സവവും സൃഷ്ടിച്ച മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തീർത്ത ആ രാജപാതയിലൂടെ പുതിയ വസന്തവും പുതിയ പൂക്കളും നമുക്ക് തീർക്കാം. ഗോൾ കീപ്പർ എന്നതിന്റെ ഒരു കഥയുണ്ട്. സിനിമയ്ക്ക് പറ്റിയതാണ്. ഗോളിയാണ് ഹീറോ. ചുരുക്കി പറയാം. ഈ ജാഥ കടന്നുപോയ ശേഷം നാളത്തെ തലമുറകൾ ചോദിച്ചേക്കും, ആരാണ് ഇതിലൂടെ കടന്നുപോയതെന്ന്. ഇസ് റാഹ് സെ ഗുസ്റാ ഹെ കോയി എന്ന്. അപ്പോൾ തലമുറകൾ ഏറ്റുപറയും, പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികളായിരുന്നു ഈ വഴിയിലൂടെ കടന്നുപോയതെന്ന്. ഉദ്വേഗജനകമായ ക്ലൈമാക്സിൽ കളി തീരാൻ ഒരു സെക്കൻഡ് മാത്രമുള്ളപ്പോൾ ഗോളി, അതായത് നമ്മുടെ ഹീറോ, ഒറ്റയ്ക്ക് ബന്ധുമായി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എതിർ ടീമിന്റെ പെനാൽറ്റി ഏറിയയിൽ നിന്നും വലതുവശത്തേക്ക് നീണ്ടി ഒരൊറ്റ അടി. ഗോൾ! 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 ഗോളി എങ്ങനെ ഗോൾ അടിക്കുന്നത്? അത് സിനിമയിൽ ഹീറോയ്ക്ക് എന്തും ചെയ്യാമല്ലോ. നമ്മൾ ദൂതം കാണുന്നല്ലേ. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? ഇമാതിരി കവിതാ പ്രസംഗം നടത്താൻ സമദാനിക്ക് മാത്രമേ കഴിയൂ. ഇമാതിരി ജാഥ നടത്താൻ ലീഗുകാർക്കും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ഗാനമേള. ശ്രീമാൻ MG ശ്രീകുമാറിന്റെ ഒരു ഗാനമേള പരിപാടി സംഘടിപ്പിച്ച ഒരു യാത്ര